ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതൂസ് ഹെയർ കെയർ. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ കഴിഞ്ഞിട്ടുണ്ടേ, നമ്മളുടെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒത്തിരി മെമ്പേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അവരാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നത്. അതായത് എത്ര കൂടിയ മുടി കൊഴിച്ചിൽ വെറും 7 ദിവസം കൊണ്ട് മാറ്റാനായിട്ടും, അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവും. അതായത് നെറ്റിയുടെ അവിടെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഐബ്രോയിൽ അതിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ഓയിൽ. ഈ ബോട്ടിൽ നോക്കണ്ട, ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ ബോട്ടിലാക്കിയിരിക്കുന്നതാണ്. നമ്മളുടെ ഹെയർ ഓയിലിൻ്റെ ബോട്ടിൽ വരുന്ന ഒരു മിൽക്കി വൈറ്റ് ആയിട്ടാണ് കേട്ടോ. ഈ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-30ഓളം പച്ചമരുന്നുകൾ എടുത്ത് ഉണ്ടാക്കുന്ന ഓയിലാണ്. പച്ചമരുന്നുകളുടെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓയിലാണ്. ഇത് 100% നാച്ചുറലാണ്. അതുകൊണ്ടാണ് 1 വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല, ആണുങ്ങൾക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു മിലിറ്ററിക്കാരൻ്റെ വൈഫ് നമ്മളുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ വർഷം കേട്ടോ. അപ്പോൾ ആൾ ഉപയോഗിച്ച് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിന്നതിന് ശേഷം ആളുടെ ഹസ്ബൻഡ് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളിത് ഉപയോഗിച്ചിട്ട് ആളുടെ മുടി കൊഴിഞ്ഞു പോയിട്ട് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നുള്ളത് പറയുന്നത്. പിന്നെ നമ്മൾ നടക്കാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് പ്രോഡക്ട്സ് വാങ്ങാറില്ല. അതായത് പാരമ്പര്യമായിട്ട് കഷണ്ടിയൊക്കെ ഉള്ളവരാണ്, അതേപോലെ കുറേ വർഷങ്ങളായിട്ട് കഷണ്ടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും മുടി വളരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് മുടി കൊഴിച്ചിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പായി. ഇപ്പോൾ കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ മുടി കൊഴിഞ്ഞു പോയിട്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ റീഗ്രോത്ത് ആണുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കഷണ്ടിയിലൊക്കെ മുടി വളരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതും വർഷങ്ങളായിട്ട് മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്തും എൻ്റെ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ് കേട്ടോ. പിന്നെ എൻ്റെ ഓയിലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 മന്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീളം വെക്കുന്നുണ്ട്, നല്ല തിക്നെസ് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളെല്ലാവരുടെ അടുത്തും 1 മന്താണ് നിർബന്ധമായിട്ട് ഓയിൽ ഉപയോഗിക്കാനായിട്ട് പറയാറുള്ളത്. പിന്നെ ഈ ഓയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലനീരർക്കം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തലേദിവസം ഉറങ്ങുന്നതിന് മുൻപ് ഇത് ഉപയോഗിക്കുക. ഈ ഒരു ബോട്ടിൽ 15 ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഓയിലെടുത്ത് സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കഴുകിക്കളയുക. നമ്മൾ പറയുന്ന ടൈമിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഡെയിലി ഉപയോഗിക്കണം. ഇനി പലരും എൻ്റെ ഓയിൽ വാങ്ങാറുണ്ട്, അതായത് അവർക്ക് മുടി കൊഴിച്ചിലില്ല, നല്ല ലെങ്ത് ഉണ്ട്, തിക്ക് ഉണ്ട്, എന്നാൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അവരുടെ അടുത്ത് പറയാറുണ്ട് ആഴ്ചയിൽ 2-3 ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് കേട്ടോ. പിന്നെ മുടി കൊഴിച്ചിലുണ്ട്, മുടി വളരണം പെട്ടെന്ന്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെയിലി തന്നെ നമ്മളുടെ ഓയിൽ ഉപയോഗിക്കണം. ഇത് 1 മാസം കഴിഞ്ഞതിന് ശേഷം കൊഴിയോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. ഒരിക്കലുമില്ല, നമ്മളുടെ ഓയിൽ നിർബന്ധമായിട്ട് 1 മാസം ഉപയോഗിക്കുക. അതിനുശേഷം ഓയിലിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ മുടിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടെയും അതേപോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കൊക്കെ ചെയ്ത് മുടിക്ക് കിട്ടിയാൽ മതി. ഒരിക്കലും എൻ്റെ ഓയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെന്നില്ല. 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് വാങ്ങാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി. ഇത് വാങ്ങിയവരുടെ കുറച്ച് പേരുടെ റിസൾട്ട് ഞാനിവിടെ കാണിക്കാം കേട്ടോ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഉപയോഗിച്ചതിന് ശേഷം കെമിക്കൽ വാഷ് ചെയ്യരുത്. അതായത് കെമിക്കലായിട്ടുള്ള ഷാമ്പു കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. കാരണം ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കെമിക്കൽ വാഷ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഓയിലിൻ്റെ റിസൾട്ട് കുറയും. അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഓയിലിനെ കുറിച്ചിട്ട് പലരും ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട്, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവോ, ഇത് 100% നാച്ചുറൽ ആണോ, ഡെയിലി ഉപയോഗിക്കണം, ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മുടിയിൽ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 കയ്യിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ സ്കാൾപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് കഴുകിക്കളയാനായിട്ട് ഒന്നില്ലെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചെമ്പരത്തിത്താളി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ആയുർവേദ കഷായ ഷാമ്പു കൊടുക്കുന്നുണ്ട്, അതാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. തലനീരർക്കം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപായിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്.
7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.